വഖഫ് ബോർഡുകൾ, ട്രൈബ്യൂണലുകൾ തുടങ്ങിയവയുടെ അധികാരങ്ങളിൽ നിർണായക മാറ്റങ്ങൾ വരുത്തുന്നതാണ് കേന്ദ്ര സർക്കാർ ഏപ്രിൽ 2-ന് അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ല്. ബില്ല് സഭയിൽ പാസ്സായതു മുതൽ കോൺഗ്രസും ഇടതുപക്ഷവും ബില്ലിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴത്തെ വഖഫ് ഭേദഗതി ബില്ലിന്റെ ഭരണഘടനാ സാധുതയെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഇതിനായി എത്രയും പെട്ടെന്ന് തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുകയുണ്ടായി. AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് സോഷ്യൽ മീഡിയയിലൂടെയാണ് തന്റെ പ്രതികരണം അറിയിച്ചത്. ഇന്ത്യൻ ഭരണഘടനയിൽ അടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ, വ്യവസ്ഥകൾ, സമ്പ്രദായങ്ങൾ എന്നിവയ്ക്കെതിരായ മോദി സർക്കാരിന്റെ എല്ലാ ആക്രമണങ്ങളെയും ഞങ്ങൾ ചെറുക്കുന്നത് തുടരുമെന്നും മാത്രമല്ല അതിനുവേണ്ടി തങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മോദി ഏകാധിപതിയായാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് താനെന്ന കാര്യം പലപ്പോഴും മറന്നുപോകുന്ന നിലപാടാണ് മോദി എല്ലായ്പ്പോഴും എടുക്കുന്നത്. എല്ലാ കാലത്തും നന്മയ്ക്ക് വേണ്ടി പോരാടിയ ചരിത്രമേ കോൺഗ്രസിനുള്ളൂ. മാത്രമല്ല കേന്ദ്ര സർക്കാർ രൂപം കൊടുത്ത പല ചട്ടങ്ങൾക്കെതിരെയും കോൺഗ്രസ് നടത്തിയ നിയമ പോരാട്ടത്തെ ഓർമ്മിച്ചുകൊണ്ടായിരുന്നു ജയറാം രമേശിന്റെ ട്വീറ്റ്. 2019-ലെ CAA ചോദ്യം ചെയ്യുന്ന കോൺഗ്രസിന്റെ ഹർജി സുപ്രീം കോടതിയിലാണ് ഉള്ളത്. 2005-ലെ RTA നിയമത്തിലെ 2019-ലെ ഭേദഗതികൾക്കെതിരായ ഹർജി സുപ്രീം കോടതിയിൽ കേൾക്കുന്നുമുണ്ട്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങളിലെ ഭേദഗതികളിലെ സാധുതകളെ ചോദ്യം ചെയ്യുന്ന ഹർജി സുപ്രീം കോടതിയിലാണ് ഉള്ളത്. 1991-ലെ ആരാധനാലയ നിയമത്തിന്റെ അക്ഷരവും ആത്മാവും ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഹർജിയുമുണ്ട്, അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. 13 മണിക്കൂറിലധികം നീണ്ട ചർച്ചയ്ക്ക് ശേഷം ഇന്നലെയാണ് രാജ്യസഭ വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ വിയോജിപ്പോടെയാണ് ബില്ല് പാസ്സായത്. രാജ്യസഭയിൽ വഖഫ് ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയിൽ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ശക്തമായ എതിർപ്പുകളാണ് ഉയർന്നത്. ബില്ലിനെ മുസ്ലിം വിരുദ്ധമെന്നും ഭരണഘടനാ വിരുദ്ധമെന്നുമാണ് പ്രതിപക്ഷം വിശേഷിപ്പിച്ചത്. എന്നാൽ ചരിത്രപരമായ പരിഷ്കാരമാണ് ഇത് എന്നും ന്യൂനപക്ഷ സമൂഹത്തിന് ഗുണം ചെയ്യുമെന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും പ്രതികരണം. രാജ്യസഭയിൽ 128 അംഗങ്ങൾ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ 95 അംഗങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു. വ്യാഴാഴ്ച രാവിലെ ലോക്സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ 288 അംഗങ്ങളാണ് വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണച്ചത്. 232 അംഗങ്ങൾ എതിർത്തും വോട്ട് ചെയ്തു. വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസാക്കിയത് ചരിത്ര നിമിഷമാണ് എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടത്. വഖഫ് നിയമത്തിലെ ഭേദഗതി മുസ്ലിം സമുദായത്തിലെ അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് ശബ്ദം നൽകുകയും വഖഫ് സ്വത്തുക്കളുടെ മാനേജ്മെന്റിൽ സുതാര്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് മോദി പറയുകയുണ്ടായി. അതേസമയം വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സായെങ്കിലും മുൻപത്തെ ഭൂമി പ്രശ്നത്തിൽ പരിഹാരം ഇപ്പോഴും നീളും. ഭൂമി കൈമാറിയത് ട്രസ്റ്റിയാണെങ്കിൽ വഖഫ് നിയമം ബാധകമല്ലെന്ന ഭേദഗതി മുനമ്പത്ത് പ്രായോഗികമാണോ എന്നതിലാണ് തർക്കങ്ങൾ ഉയരുന്നത്. മുനമ്പത്തെ കുടുംബങ്ങൾക്ക് ഭൂമി കൈമാറിയ ഫാറൂഖ് കോളേജ് ട്രസ്റ്റ് അല്ലെന്ന് ചൂണ്ടിക്കാട്ടി വഖഫ് ബോർഡ് നിലപാട് കടുപ്പിച്ചാൽ വഖഫ് ട്രൈബ്യൂണലിലേക്ക് വീണ്ടും നിയമ നടപടി തുടരാനാണ് സാധ്യത.